ശ്രീ ടി പി ജയചന്ദ്രൻ മറ്റതിഥികളൊക്കെ ഉണ്ട്. ശ്രീ റഹീമും അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. ഇപ്പോൾ മന്ത്രി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഒരു സർക്കാരിൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക, അത് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾക്കുള്ള ബഡ്ജറ്റ് മാത്രമാണ് എന്നൊരു ചീത്തപ്പേര് ഇന്നിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നിർമ്മലാ സീതാരാമൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ബഡ്ജറ്റൊക്കെ അങ്ങനെ ഒരു രീതിയിലേക്ക് ആരും വിശേഷിപ്പിച്ചൊരു ബഡ്ജറ്റല്ല. അതാണിപ്പോൾ ആന്ധ്ര ബീഹാർ ബഡ്ജറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത്. കേരളം പോലൊരു സംസ്ഥാനം അർഹതപ്പെട്ടത് എന്ന രീതിയിൽ ചോദിച്ചിട്ടുള്ള 24,000 കോടിയെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു ബഡ്ജറ്റ് ഈ രീതിയിൽ മുന്നോട്ട് പോയത് എന്തുകൊണ്ടാണ്? മോദിയുടെ ബഡ്ജറ്റ് ഏതായാലും ലാല് ചർച്ചയ്ക്കിടയിൽ നിർമ്മലാ സീതാരാമൻ്റെ കഴിഞ്ഞ ബജറ്റുകൾ അത്ര കുഴപ്പമായിരുന്നില്ല എന്നൊരു ധ്വനിയിൽ സംസാരിച്ചതിൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഏതായാലും ഈ ബജറ്റിൽ പുതിയ ചില ആരോപണങ്ങൾ വന്നല്ലോ. സ്വാഭാവികമായിട്ടും ബാലഗോപാൽ ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല സർ, ഈ 24,000 കോടി രൂപയുടെ പദ്ധതിയുടെ വിശദാംശങ്ങൾ എന്താ താങ്കൾ ഈ ചർച്ചയിൽ വെളിപ്പെടുത്താതിരുന്നത്? ആകെ ഒരു വിഴിഞ്ഞം പേര് പരാമർശിച്ചു എന്നല്ലാതെ കേരളത്തിലെ 24,000 കോടി രൂപയ്ക്ക് വേണ്ടി കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ച പദ്ധതികളുടെ വിശദാംശങ്ങളൊന്നും ഈ ചർച്ചയിൽ അങ്ങ് വെളിപ്പെടുത്തുമോ? പിന്നീട് താങ്കൾ പറഞ്ഞു കേരളത്തിൻ്റെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന്. ലാലിനോടും കൈരടിയുടെ ശ്രോതാക്കളോടും ഞാൻ ചോദിക്കുന്നത്, കോടതിയിൽ പോയതും അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? പോയിട്ട് കോടതി പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് കേരളത്തിലെ വാർത്താപത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. ആ കേസിന് പോയതിൻ്റെ അനുഭവത്തിൽ നമുക്ക് എന്തെങ്കിലും അത്ര കൂടുതൽ കിട്ടി? അവസാനം കോടതി കേന്ദ്രത്തോട് കെഞ്ചിയത് എന്താണ്? കേരളത്തിന് വേണ്ടി വന്നതല്ലേ, കൊടുത്തുകൂടെ എന്ന് പറഞ്ഞില്ലേ? കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് മഹാ അപകടകരമാണ് എന്നും അപായകരമാണ് എന്നും കോടതി ചൂണ്ടിക്കാണിച്ചുവോ? ആ കോടതിയുടെ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ നിയമ പോരാട്ടത്തിൽ കേരളത്തിലെ ഖജനാവിന് കൂടുതൽ പണം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ കേരളത്തിന് കിട്ടിയിരിക്കുന്ന നേട്ടങ്ങൾ മറ്റെന്തെങ്കിലും പറയാൻ സാധിക്കുമോ? മറ്റൊന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞു, ഒരു MP ഉണ്ട്. കേരളത്തിന് എന്താണ് കിട്ടിയത് എന്ന് താങ്കൾക്കൊന്ന് പറയാമോ? കേരളത്തിന് എന്താണ് കിട്ടിയത് എന്ന് ടി പി ജയചന്ദ്രൻ താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? ലാലിനോട് നിങ്ങളുടെ സ്വതസിദ്ധമായ ആ പ്രവർത്തനം അവസാനിപ്പിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ലാലെ, സാധാരണ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇടപെടുക, തടസ്സപ്പെടുത്തുക, ചർച്ച കൊണ്ടുപോവുക എന്നുള്ള രീതി ഒരു സംവാദത്തിൻ്റെ വേദികയിൽ നല്ലതല്ല. നിങ്ങൾ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. MP പറഞ്ഞതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ കേരളം. ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന ബജറ്റിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കേരളത്തിലെ ബജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് ചില വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നോക്കൂ, കേരളത്തിലെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടലോരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കടലോര മേഖലയിൽ 2023-24 ബജറ്റിൽ 1701 കോടി രൂപയായിരുന്നു വകയിരുത്തിയത്. ഇത് ഇത്തവണ 2616 കോടി രൂപയായി മാറി, വർദ്ധിച്ചിരിക്കുന്നു. 52% വർദ്ധിച്ചു. ലാൽ, ഈ പദ്ധതിയുടെ ഈ വർധനവിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരായിരിക്കും? ഞാൻ ഒരു കണക്ക് കൂടി ലാലിൻ്റെ മുമ്പിൽ വെക്കുന്നു. PM മത്സ്യസമ്പന്ന യോജന എന്നൊരു പദ്ധതി കേന്ദ്രം വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. 1500 കോടി രൂപയായിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ വകയിരുത്തിയത്. ഈ തവണ 2352 കോടി രൂപയാണ്. 56% വർധനവ്. ലാലി, ഇവിടെ ഒന്ന് കണക്ക് വ്യക്തമാക്കുമോ? ഇതെല്ലാം കേരളത്തിനുള്ളതല്ലോ, കേരളത്തിനുള്ള വിഹിതമല്ലല്ലോ താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പക്ഷേ ബഡ്ജറ്റിൽ അവിടെ ഇവിടെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ താങ്കൾ ഈ പറഞ്ഞതുപോലെ ചില വർധനവൊക്കെ നേരിയ അർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. എൻ്റെ ചോദ്യം അതല്ല. ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക രീതിയിലുള്ള പാക്കേജുകൾ അവതരിപ്പിച്ചിരിക്കുന്നു. കേരളത്തിനൊരു പ്രത്യേക പാക്കേജ് ചോദിച്ചപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഈ ചർച്ചയിൽ പറയണം എന്നാണ് താങ്കൾ പറയുന്നത്. അതൊന്നും ചോദിച്ചിട്ടല്ലല്ലോ ഇന്നിപ്പോൾ നിർമ്മലാ സീതാരാമൻ ആന്ധ്രയ്ക്കും ബീഹാറിനും അല്ലെങ്കിൽ ഒഡീഷയ്ക്കുമൊക്കെ കൊടുത്തത്.
ലാലേ, നിങ്ങൾ ഇത്തിരി കൂടി ക്ഷമ കാണിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഞാൻ പറയുന്നത് മത്സ്യസമ്പന്ന യോജനയ്ക്ക് കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ ബജറ്റിൽ കിട്ടിയ തുക എത്ര? ലാലിന്റെ കൈ കണക്കുണ്ടേ പറ. ബാലഗോപാലൻ പോയല്ലോ. എത്ര കോടി ചെലവഴിച്ചു? പറയൂ ബാലഗോപാലൻ കണക്ക്. കേരളത്തിന് തന്ന കണക്ക് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിന് കഴിഞ്ഞ ബജറ്റില് കേരളത്തിലെ റോഡ് നിർമ്മാണത്തിന് എത്ര കോടി കിട്ടി? അതിൽ എത്ര ചെലവഴിച്ചു? ബാലഗോപാലൻ പറ, അല്ലെങ്കിൽ ലാല് പറ. അല്ല, കേരളത്തിൽ ദേശീയ പാതയുടെ നിർമ്മാണത്തിൽ കേരളം മാത്രമാണ് ഇത്രയും വിഹിതം കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണത്തിൽ ഇത്രയധികം കഷ്ടപ്പെടേണ്ടി വന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ഏറ്റവും കൂടുതൽ വിഹിതം കൊടുത്തിരിക്കുന്നത് കേരളമാണ്. നിങ്ങൾ എത്ര കൊടുത്തു? എത്രയാണ്? 25:75 അല്ലേ? എന്തിന്? സ്ഥലമെടുപ്പിൽ 75 കേന്ദ്രം, 25 സംസ്ഥാനം. അതും നിർത്തിയതിൽ ആരറിഞ്ഞോ? അതും നിർത്തി. ആന്ധ്രാപ്രദേശ് 50%, ഒറീസ 100%, കർണാടക 30%, കേരളം 25%. 30 കൊല്ലം കണക്ക് പഠിപ്പിച്ച് അനുഭവിച്ച് ഞാൻ ചോദിക്കട്ടെ, 25, 30, 50, 100 ഏതാ വലുത്? ഇപ്പൊ 0% കേരളം കൊടുക്കാമെന്ന് ഏറ്റത്. ആവശ്യമായ കൊടുക്കാൻ പറഞ്ഞു, കൊടുക്കില്ലെന്ന് പറഞ്ഞു. കേരളം വാങ്ങിയതൊക്കെ ഞങ്ങൾ തിരിച്ചു തരുമോ? ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് വാങ്ങിയതൊക്കെ നിങ്ങൾ തിരിച്ചു തരുമോ? ആർക്കാണ് സാർ ഇതിന്റെ ബെനിഫിറ്റ്? ഇനി നിങ്ങൾ ചോദിച്ച അടുത്ത ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം കൂടി കേൾക്കണ്ടല്ലോ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, സ്പെഷ്യൽ പ്രോജക്ട് എന്ന് പറഞ്ഞ പദ്ധതി പ്രഖ്യാപിച്ചത് പശ്ചിമ ബംഗാളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ ആരാ ഭരിക്കുന്നത്? ഹിമാചൽ പ്രദേശിന് കൊടുത്തിരിക്കുന്നു. ആരാ ഭരിക്കുന്നത്? അമൃത്സർ കൽക്കത്ത വ്യവസായ ഇടനാഴി പ്രഖ്യാപിച്ചിരിക്കുന്നു. അമൃത്സർ എവിടെ കിടക്കുന്നു? കൊൽക്കത്ത എവിടെ കിടക്കുന്നു? ഏത് സംസ്ഥാനം? പഞ്ചാബിലെ എല്ലാ എംപിമാരും ഇറങ്ങിയിട്ടുണ്ട്. കേന്ദ്ര ബഡ്ജറ്റിൽ അവർക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അമൃത്സർ കൊൽക്കത്ത ഇടനാഴിയൊക്കെ പറയുമ്പോൾ പഞ്ചാബിലെ എംപിമാർ വിമർശനവുമായി രംഗത്തുണ്ട്. അസ്വസ്ഥനാവല്ല. എന്നെ ഒന്ന് കേൾക്കൂല. എന്നെ ഒന്ന് കേട്ടിട്ട് വിമർശിക്കൂ. നിങ്ങൾ കേരളം ചോദിച്ചിട്ടാണോ അമൃത് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് തന്നത്? കേരളം ചോദിച്ചിട്ടായിരുന്നോ നിങ്ങൾ തന്നത്? ചോദിച്ചാൽ അത് കുറ്റം, ചോദിക്കാതെ തരും, എപ്പോഴെങ്കിലും അത് വാങ്ങിക്കോളണമെന്ന് പറയാൻ ഇതെന്താണ് സാർ? ബഡ്ജറ്റിൽ പറയില്ല കേരളത്തിന് കൊടുക്കേണ്ടത് കൊടുക്കില്ല. ഇന്നത്തെ ബഡ്ജറ്റിൽ റെയിൽവേക്ക് എത്രയുണ്ട്? ഇവിടുത്തെ പുതിയ റെയിൽ പാതകൾ എന്തൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്? കേരളത്തിൽ ചോദിച്ചാലൊന്നും കൊടുക്കില്ല. ചോദിക്കരുത്, ചോദിക്കാതെ തരുന്നത് വന്ദേ ഭാരത് തന്നതുപോലെ അപ്രതീക്ഷിതമായി വരും. അതാണ് സംഭവിക്കുക. ഇതാണ് ഉദ്ദേശിച്ചത്. ലാലെ, ഞാൻ നിങ്ങളോട് ക്ഷമാപൂർവ്വം ചോദിച്ചു, 24,000 കോടി രൂപയിൽ നിങ്ങൾ ചോദിച്ചത് എന്താണെന്നൊന്ന് ലാലി വ്യക്താക്ക്. നിങ്ങൾ ചോദിച്ചത് എന്താ? അല്ല, 24,000 കോടി രൂപയെ കുറിച്ച് മന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ പറഞ്ഞല്ലോ. വെറുതെ ഒരു തുക ആവശ്യപ്പെടുകയായിരുന്നില്ല. ധന ഉത്തരവാദിത്ത നിയമപ്രകാരം സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതും എന്നാൽ കേന്ദ്ര സർക്കാർ എടുക്കാൻ അനുവദിക്കാതിരുന്നതുമായ തുകകളാണ് പ്രത്യേക സാമ്പത്തിക പാക്കേജായി കേരളം ആവശ്യപ്പെട്ടത്. താങ്കൾ കേൾക്കുന്നില്ല, താങ്കൾക്ക് ക്ഷമയില്ല. താങ്കൾക്ക് ഞാൻ പറയുന്നത് കേട്ടാൽ പ്രേക്ഷകർ കേൾക്കും അറിയും എന്നുള്ളൊരു വേദനയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നത്. ഇത് വെറുതെ ഒരു 24,000 കോടിയല്ല, ഒരു തുക ആവശ്യപ്പെട്ടതല്ല. ധന ഉത്തരവാദിത്ത നിയമപ്രകാരം സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതും എന്നാൽ കേന്ദ്ര സർക്കാർ എടുക്കാൻ അനുവദിക്കാതിരുന്നതുമായ തുകകളാണ്. എന്താണ് സാർ ടി.പി. ജയചന്ദ്രൻ സാർ, താങ്കൾക്ക് ഇപ്പോൾ ഈ കണക്ക് കേട്ടിട്ട് കണക്ക് മാഷിന്റെ ആ വീറും വാശിയില്ലാത്തത്? അല്ലല്ല, ഞാൻ വിചാരിച്ചു നിങ്ങൾ മ്യൂസിക് വന്നതുകൊണ്ടാ, സൗണ്ടിന് പ്രശ്നമുള്ളതുകൊണ്ടാ. ലാലി, എനിക്ക് ഒരു ക്ഷമക്കുറവില്ല. താങ്കൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ തുടങ്ങാം. ഈ 24,000 കോടി രൂപയുടെ പ്രോജക്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കേരളം ആവശ്യപ്പെട്ടെ? ബാലഗോപാല് ഫോണ് കിട്ടുമല്ലോ, ഒന്ന് വെപ്പിക്കേ. ഇതാ രഹസ്യ രേഖയൊന്നും അല്ലല്ലോ. കേരളത്തിന് ആവശ്യപ്പെട്ട രഹസ്യമല്ലല്ലോ. എന്ത് പദ്ധതിയാണ് കേരളം മുന്നോട്ട് വെച്ചത്? അതാണ് സാർ ഞാൻ താങ്കളോട് വീണ്ടും പറയുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട തുകയാണ് ചോദിച്ചത്. എന്നാൽ ബീഹാറും ആന്ധ്രയും അതല്ല, പ്രത്യേക പാക്കേജായിട്ട് ആവശ്യപ്പെട്ടത് അവരുടെ വികസന ആവശ്യങ്ങളുടെ പേരിലാണ്. അധിക സാമ്പത്തിക സഹായം അവർ ആവശ്യപ്പെട്ടത് വികസനത്തിന്റെ പേരിലാണ്. കേരളം അങ്ങനെയല്ല. എന്തർഹത? ഈ 24,000 കോടി രൂപയുടെ അർഹത എന്ത്? അതല്ലേ പറഞ്ഞത്.
അതല്ലേ താങ്കളോട് പറഞ്ഞത്? ധന 24,000 ഉത്തരവാദിത്ത കോടിയുടെ നിയമം അർഹത എന്നൊരു നിയമം താങ്കൾക്ക് അറിയാമോ? ഏത്? താങ്കൾക്ക് ധന ഉത്തരവാദിത്ത നിയമം, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിനെ കുറിച്ച് കോടതി താങ്കൾക്ക് പോയില്ലേ? അറിയാമോ? അത് ലംഘിച്ചു എന്ന് പറഞ്ഞു എവിടെ എത്തി? കോടതി പോയില്ലേ? ലാലിനറിയാമോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. കേരളം തോന്നിയതുപോലെ ആസ്പത്രിയിൽ കിടന്ന ആൾക്ക് 2 ലക്ഷം രൂപ എടുക്കുന്നത് പോലെയല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ MNR ഫണ്ടിലേക്ക് ഒരു പാർട്ടി നേതാവിന്റെ കുടുംബത്തിലേക്കുള്ള ചികിത്സാ ഫണ്ടിലേക്ക് കൊടുക്കുന്നത് പോലെയല്ല. ഒരു വ്യക്തിയുടെ കടം വീട്ടാൻ പണം എടുത്തു കൊടുക്കുന്നത് പോലെയല്ല. ഇന്ത്യ രാജ്യത്ത് കേന്ദ്രം ഭരിക്കുമ്പോൾ അതിനൊരു മാനദണ്ഡം. ശരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആന്ധ്രാപ്രദേശിനും ബീഹാറിലും ഒന്നും ഇതുവരെ കൊടുക്കാതിരുന്നത്, ഈ ഉത്തരവാദിത്വവും ഈ അർഹതയൊന്നും കഴിഞ്ഞ കാലങ്ങളൊന്നും അറിയാതിരുന്നത് ഇപ്പൊ അറിയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവിടെ NDAക്ക് വേണ്ട ഭൂരിപക്ഷം ഇല്ല എന്ന് മനസ്സിലായപ്പോൾ, ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ഭരണം അങ്ങ് പോകുമെന്ന് തോന്നിയപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം, താങ്കൾക്ക് അവസരം തരാം.